അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹം ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് അനന്തരാവകാശ സ്വത്ത് വിഭജനം സംബന്ധമായിട്ട് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ സൂറ തൗബയിലെ 24-25 വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ ചില അടിസ്ഥാന വിശ്വാസ പ്രക്രിയയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതിൽ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനൂ لا تتخذوا آباءكم وإخوانكم أولياء إن استحبوا الكفر على الإيمان ومن يتولهم منكم فأولئك هم الظالمون. വിശ്വസിച്ചവരെ, സ്വന്തം മാതാപിതാക്കളും സഹോദരന്മാരും സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവരെ നിങ്ങൾ രക്ഷാധികാരികളാക്കി വയ്ക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും അവരെ രക്ഷാധികാരികളാക്കി വയ്ച്ചാൽ അവർ തന്നെയാണ് അക്രമികൾ. എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിയോട് പറയുന്നത്. നമ്മുടെ സകല ബന്ധങ്ങളും അള്ളാഹു നിർണയിച്ച് തരുന്നതനുസരിച്ചുള്ള ബന്ധങ്ങളായിരിക്കണം. ഇവിടെ വിശ്വാസികളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ലാ തത്തഖിദൂ ആബാഅക്കും വഇഖ്വാനക്കും, നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളും, വഇഖ്വാനക്കും, നിങ്ങളുടെ സഹോദരങ്ങളും, ഔലിയാ ഇൻ ഇസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ, സത്യനിഷേധത്തെയാണ് സത്യവിശ്വാസത്തേക്കാൾ അവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവരെ നിങ്ങൾ രക്ഷാധികാരികളാക്കി വയ്ക്കരുത്. വമൻ യതവല്ലഹും മിൻകും, ഇനി നിങ്ങളിൽ ആരെങ്കിലും അവരെ രക്ഷാധികാരികളാക്കി വെച്ചാൽ അവർ തന്നെയാണ് അക്രമികൾ. എന്നിട്ട് തുടർന്ന് അടുത്ത വചനത്തിൽ പറയുന്നു, കുൽ ഇൻകാന ബാവുക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലി ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. പറയുക, കുൽ ഇൻകാന ആബാവുക്കും, ആബാവുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കളാണ്, അബ്നാവുക്കും സന്താനങ്ങളും, ഇഖ്വാനുക്കും സഹോദരങ്ങളും, അസ്വാജുക്കും നിങ്ങളുടെ ഇണകളും, അശീറത്തുക്കും കുടുംബങ്ങളും, അംവാലു ഇഖ്തറഫ്തുമുഹ നിങ്ങൾ സമ്പാദിച്ച സ്വത്തുക്കളും, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ മാന്യം സംഭവിച്ചേക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും, വമസാകിന തർളൗനഹ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടുകൾ, 8 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ
നമുക്ക് ഏറ്റവും അടുത്ത ആളുകളും സാധന സാമഗ്രികളുമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടുകളുമെല്ലാം അല്ലാഹുവിനേക്കാളും അവൻ്റെ ദൂതനേക്കാളും അവൻ്റെ മാർഗത്തിൽ പോരാടുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ അള്ളാഹു തൻ്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നതുവരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അപ്പോൾ ഈ 8 കൂട്ടം കാര്യങ്ങൾ മനുഷ്യനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്നതിൽ നിന്ന് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. അക്രമികളായ ജനതയെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ അക്രമികളായി പോകും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ പറയുക, നിങ്ങളുടെ മാതാപിതാക്കളും സന്താനങ്ങളും സഹോദരങ്ങളും ഇണകളും കുടുംബങ്ങളും നിങ്ങൾ സമ്പാദിച്ച സ്വത്തുക്കളും മാന്യം സംഭവിച്ചേക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടുകളുമെല്ലാം അള്ളാഹുവിനേക്കാളും അവൻ്റെ ദൂതനേക്കാളും അവൻ്റെ മാർഗത്തിൽ പോരാടുന്നതിനേക്കാളും, ഇപ്പോൾ ഹജ്ജിൻ്റെ സമയമല്ലയോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് പ്രിയങ്കരമാണെങ്കിൽ അള്ളാഹു തൻ്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നവരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അക്രമികളായ ജനതയെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. ഇത് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഹജ്ജ്, ഇന്നിപ്പോൾ ഹജ്ജ് കർമ്മം എന്ന് പറയുമ്പോൾ ദുൽഹജ്ജ് മാസം 9 മുതൽ ആണ് അതിൻ്റെ അറഫാ സംഗമം ഉണ്ടാകുന്നത്. 9, 10, 11, 12, 13 5 ദിവസങ്ങളിൽ നമ്മൾ തക്ബീറാത്തുകൾ മുഴക്കിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് സത്യവിശ്വാസികൾ അവരുടെ ദിനരാത്രങ്ങൾ അവൻ്റെ മഹത്വങ്ങളെ പ്രകീർത്തനം ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നതാണ്. നമുക്ക് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ബുധനാഴ്ച 9 ദുൽഹജ്ജ് മാസം, വ്യാഴാഴ്ച പെരുന്നാൾ വരുന്നു 10-ാം തീയതി. പിന്നീട് 11, 12, 13 തീയതികളിലും ഈ തക്ബീറാത്തുകൾ, അതായത് 9-ാം തീയതി ബുധനാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം മുതൽ 13-ാം തീയതി അസ്ർ നമസ്കാരം വരെയുള്ള സമയങ്ങളിൽ നമസ്കാര ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലും സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് മുസ്ലിങ്ങളുടെ മേൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. എത്ര വലിയ ഉത്തരവാദിത്വമാണെന്ന് നോക്കൂ. നമ്മുടെ സ്വന്തം ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാമും തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിയുടെയും ജീവചരിത്രം നമ്മുടെ മുമ്പിൽ പച്ചയായി അവതരിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ആരെങ്കിലും അറക്കാൻ നോക്കൂ. അപ്പോൾ അത് നമുക്ക് സാധ്യമല്ല. അതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ രക്ഷിച്ചിരിക്കുകയാണ്. അവന് ഒരു ബലിമൃഗത്തെ അർപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് നിൻ്റെ ബലികർമ്മത്തെ, നിൻ്റെ ഉദ്ദേശശുദ്ധിയെ എന്നേക്കാൾ നിനക്ക് വേറെ ഒന്നുമില്ല എന്ന് നീ തെളിയിച്ച നിനക്ക് സന്തോഷമായിട്ട് നിൻ്റെ മകനെ തിരികെ തരികയും അതിന് പകരം ഞാൻ സൃഷ്ടിച്ച മറ്റൊരു സൃഷ്ടിയെ എൻ്റെ വഴിയിൽ നീ ബലിയർപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല അറിയിച്ച ആ മഹത്തായ എക്കാലത്തും മാനവരാശിയുടെ ഏറ്റവും വലിയ ത്യാഗത്തിൻ്റെ പ്രതീകമായ ദിനരാത്രങ്ങളാണ് നമ്മെ സമീപിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ഭക്തന്മാരെല്ലാം ഒരുമിച്ച് കൂടാൻ കഴിയുന്നവർ ഒരുമിച്ച് കൂടുകയും ഈ തക്ബീറാത്തുകളിൽ മുഴുകുകയും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യേണ്ട അതിമഹത്തായ സന്ദർഭങ്ങളാണ്, മുഹൂർത്തങ്ങളാണ്. ഭാഗ്യവാന്മാർ അത് ആസ്വദിക്കുന്നു. അല്ലാത്ത ഇതൊക്കെ ഇനി പിന്നെ അള്ളാഹു എടുത്തു പറഞ്ഞെന്താ, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും
നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങൾ സമ്പാദിച്ച സ്വത്തുക്കളും മാന്യം സംഭവിച്ചേക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടുകളുമെല്ലാം ഇത്രയും കാര്യങ്ങൾ നമ്മളെ പിടിച്ച് മുറുക്കി വെച്ചിരിക്കുകയാണ്. ഇറങ്ങാനൊക്കത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒക്കെയില്ല, മാതാപിതാക്കളുടെ അടുത്തുനിന്ന് ഇറങ്ങാൻ ഒക്കെയില്ല, ഭാര്യയുടെ അടുത്തുനിന്ന് ഇറങ്ങാൻ ഒക്കെയില്ല, മക്കളുടെ അടുത്തുനിന്ന് കച്ചവടം നിർത്താനേ ഒക്കത്തില്ല. പിന്നെ ഒരു കാര്യങ്ങളും നമുക്ക് ആകില്ല. ഇതൊക്കെ അള്ളാഹുവിനേക്കാളും അവൻ്റെ ദൂതനേക്കാളും അവൻ്റെ മാർഗത്തിൽ പോരാടുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ ഒരു കാളിങ്ങാണിത്. അവൻ്റെ പ്രവാചകന്മാരുടെ ഒരു ചര്യയാണിത്. ആ സന്ദർഭത്തിൽ നമുക്കങ്ങ് പോയി അവിടെ സാധിക്കുന്നില്ല എങ്കിലും നമ്മുടെ പ്രദേശങ്ങളിൽ ഈ അനുഗ്രഹീതമായ ദിവസങ്ങൾ ചിലവിടാൻ കഴിയുന്നെങ്കിൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അത് മനസ്സിലാക്കുന്നവർക്കും. കാരണം ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് പോവുകയാണ്. ഇനി നിങ്ങൾക്കിതൊക്കെയാണ് വലിയ പ്രിയങ്കരമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നത് വരെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഉയരങ്ങ് മാറും കേട്ടോ. അതുവരെ നിങ്ങൾ കാത്തിരുന്നു. ചെയ്യാവുന്നതൊക്കെ നിങ്ങളും ചെയ്യുക. ഇപ്പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനും പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന നിലയിൽ പറയുകയാണ്. അവിടെ ഇപ്രകാരം അതിന് വേണ്ടി സമയവും ആ ഭക്തിയും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ നിങ്ങളെ പറ്റി അള്ളാഹു തആല പറയുന്നത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അവർ ഫാസിഖീങ്ങളാണ്, ദുർവൃത്തരായ ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇതിന് കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് അള്ളാഹു തആല അങ്ങനെയുള്ളവർക്ക് നേർവഴി കാണിക്കുക എന്നുള്ള പണിയുമില്ല. ഈ നിലയിലാണ് നമ്മുടെ ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രഥമമായിട്ട് പറയാൻ കഴിയുന്നത്. അള്ളാഹു തആലയുടെ പ്രത്യേക സംരക്ഷണ വലയത്തിലായിരിക്കട്ടെ. ഹജ്ജ് 9 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ 5 നേര പ്രാർത്ഥനകൾക്ക് ശേഷം നമുക്ക് മറ്റ് സന്ദർഭങ്ങളിലും എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ തക്ബീറാത്തുകൾ, അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളിതാ ലബ്ബൈക്ക് പറഞ്ഞിരിക്കുന്നു. ലബ്ബൈക്ക് പറയുന്നത് സർവാത്മന സ്വീകരിച്ചിരിക്കുന്നു, കീഴടങ്ങിയിരിക്കുന്നു, നിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. തമ്പുരാനെ, നിൻ്റെ വിളിക്ക്, നീ പറഞ്ഞ ക്ഷണത്തിന് ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങളതിന് ഉത്തരവുമായിട്ട് ഞങ്ങളിതാ നിലകൊള്ളുന്നു എന്ന് നമ്മൾ തെളിയിക്കണം. അതിന് തെളിയിക്കാൻ ഒരു 7-8 കൂട്ടം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ ചടഞ്ഞ് വളഞ്ഞിരുന്നാൽ നിങ്ങൾക്കിതൊന്നും കിട്ടത്തില്ല. അതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നവരായ ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന അതിമഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നു. ഈ ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. ഈ സഹോദരൻ നൂറുൽ ഇസ്ലാം മസ്ജിദിലേക്ക് സഹോദരനും കുടുംബവും തമിഴ്നാട്ടിലുള്ള ഈ ആരാധനാലയത്തിൽ നിന്നും അങ്ങോട്ട് രാവിലെ ഈ പ്രഭാഷണത്തിന് ശേഷം യാത്രയാക്കുകയാണ്. എല്ലാവരും ദുആയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ദുആയെ അല്ലാഹു തആല പരിപൂർണമായും സ്വീകരിക്കുകയും അല്ലാഹു തആല നിങ്ങൾക്ക് സമാധാനവും ശാന്തിപൂർണവുമായ ഒരു ജീവിതം ഈ ഇഹലോകത്തും നാളെ പരലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.